ഹലോ എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഒരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഏറ്റവും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് പഴംപൊരി. പഴംപൊരി ഉണ്ടാക്കാൻ നമ്മളിവിടെ 3 ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. ഏത്തപ്പഴം എല്ലാം തൊലി കളഞ്ഞ് ഒരു വലിയ ഏത്തപ്പഴം 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഓരോ പീസിനെയും പിന്നെയും 4 തിന്നായിട്ടുള്ള പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും തിന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റോടു കൂടി മൊരിയിച്ച് നമുക്ക് സാധനം ഉണ്ടാക്കാം. ഇതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് മാവ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി നമ്മൾ മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര, നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ നമ്മൾ ഒരു 3 ഏലക്ക പൊടിച്ചതാണ്, അല്ലെങ്കിൽ ചതച്ചോ എങ്ങനെയാണ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു ബൗളിലിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മളുടെ ഒരു ലിക്വിഡ് ഫോർമാറ്റിലോട്ട് മാറ്റും. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഉപയോഗിച്ചത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഏകദേശം ഉപയോഗിക്കുന്നത്. അത് ഒറ്റയടിക്ക് ഒഴിക്കുകയല്ല, പയ്യെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. നല്ല അത്യാവശ്യം അങ്ങനെ കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ, ഇങ്ങനെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിതിനെ ലിക്വിഡാക്കിയെടുത്തു. ഇനി വേണമെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്താൽ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി പിന്നെയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സാണ്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലോട്ട് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്കവിടെ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സാമ്പിൾ ഡോസ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. കാരണം ഇനി മധുരമോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കൂടിയോ കുറഞ്ഞോ പോയെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരെണ്ണം മാത്രം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ബാക്കിയുള്ളത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചെയ്യാവുന്നത്, നിങ്ങൾക്കിപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണ് എല്ലാം ചേർത്തേക്കുന്നതൊക്കെ കറക്റ്റാണെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരെണ്ണം മാത്രം മാവിൽ മുക്കി നേരെ തിളച്ച എണ്ണയിലോട്ട് ചേർക്കുന്നുണ്ട്. ഒരു സൈഡായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പഴംപൊരി ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനി ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, നമ്മളുടെ മധുരമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ടെസ്റ്ററുടെ അടുത്തേക്ക് നമ്മൾ പഴംപൊരി മുറിച്ച് അത് കൊണ്ടുപോവുകയാണ്. ടെസ്റ്റർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ നൈസായിട്ട് കൊണ്ടേ പഴംപൊരി നീട്ടുന്നു. മുഖത്തോട്ട് പോലും നോക്കുന്നില്ല, വായിലോട്ട് വെച്ചു. സെറ്റ് ഇത് മതി. അപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഒന്നുമില്ല, മധുരമൊക്കെ എല്ലാം കറക്റ്റാണെന്ന് പറയുന്നത്. ഇച്ചിരി ചൂടുണ്ട്, ആക്രാന്തമാണ്, കാര്യമാക്കേണ്ട. അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് പാസ്സായി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ മാവെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി അഥവാ ഇൻ കേസ് മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ട് ബാക്കി നമ്മളുടെ എല്ലാം കൂടി ഒറ്റയടിക്ക് നേരെ വറുത്ത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് എല്ലാം നമ്മുടെ മാവിൻ്റെ സെറ്റായ സ്ഥിതിക്ക് നമ്മൾ ബാക്കി എല്ലാ പഴംപൊരിയും ഇതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ്. ഞാനും നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ശരിക്കും എടുത്തത് 2 ഏത്തപ്പഴമായിരുന്നു. പിന്നെ മാവും ബാക്കിയുണ്ട്, ഏത്തപ്പഴവും ബാക്കിയുണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. എന്നാൽ പിന്നെ 3 എണ്ണം ആക്കാം, 3 ഫുൾ ഏത്തപ്പഴം ആക്കാമെന്ന് വിചാരിച്ചാണ് അവസാനം 3ാമത്തെയും കൂടി കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ചിലർ മൈദയൊക്കെ ചേർക്കാണ്ട്, നമ്മളിതിനകത്ത് മൈദയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും, ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ പഴംപൊരി എന്നുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.